കഴിഞ്ഞ 3-4 വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്ക ഇന്ത്യക്കും മോദിക്കും പണി കൊടുക്കും. കാരണം വിദേശകാര്യ ഡിപ്ലോമസിയിൽ ഇന്ത്യ റഷ്യയെ പിന്തുണച്ച് ഉക്രൈനെതിരെയുള്ള അറ്റാക്ക്, കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതിയും ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം 2 ദിവസം കൊണ്ടിരുന്ന വാർത്ത വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ബംഗ്ലാദേശ് അതിൻ്റെ ഫസ്റ്റ് റിയാക്ഷനാണ് നമ്മളിവിടെ കണ്ടത്. ബംഗ്ലാദേശിൽ എന്താണ് ഉണ്ടായത്, പിന്നീട് ഇന്ത്യക്കെതിരെ പ്രശ്നമായി. അവിടെയുള്ള ഹിന്ദുസ്, ഇന്ത്യയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിക്ക്, അവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അവർക്കെതിരെ പ്രശ്നമായി. ഇപ്പോൾ പുതിയ വാർത്ത വരുന്നു, ഞെട്ടിക്കുന്ന വാർത്ത. അതായത് നാഷണൽ മീഡിയ എല്ലാം അത് ഭയങ്കരമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ബംഗ്ലാദേശ് വലിയ രീതിയിൽ പാകിസ്ഥാനിൽ നിന്നും ആയുധം വാങ്ങാൻ കരാർ ഒപ്പിട്ടു. എന്തിനാ ബംഗ്ലാദേശ് ആർട്ടിലറി ഗണ്ണ് 2000, ഡ്രോൺസ് മേടിക്കുന്നു 1500, 40 ടൺ RDX വാങ്ങുന്നു. വലിയ രീതിയിൽ വലിയ ഷോപ്പിംഗ് പാകിസ്ഥാനിൽ നടത്തുന്നു. അതായത് പാകിസ്ഥാൻ വെസ്റ്റ് ഇവിടുന്ന് കറങ്ങി ഇന്ത്യ സമുദ്രം വഴി ബംഗ്ലാദേശിന് കൊടുക്കുന്നു. അതായത് കരാർ ഒപ്പിട്ടു. ബംഗ്ലാദേശിന്റെ ബോർഡർ നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ ബോർഡർ, പിന്നെ മ്യാൻമാറിന്റെ ബോർഡർ. ഉറപ്പായിട്ടും ബംഗ്ലാദേശും മ്യാൻമാറിന് പ്രശ്നമുണ്ട്. പക്ഷെ അതിനുപയോഗിക്കാനാണോ ഇത്ര വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ആർട്ടിലറി ഗണ്ണും അതും ഇതും ഒക്കെ വാങ്ങിക്കൂട്ടുന്നത്? എന്താണ് ഉദ്ദേശം? ഉറപ്പായിട്ടും അമേരിക്ക പണി തുടങ്ങി. അമേരിക്കയുടെ കളിയാണ് ഇതിൻ്റെ പിറകിൽ. അതിന് പാകിസ്ഥാൻ ഉപയോഗിച്ച വെപ്പൺസ് ഇവിടെ കൊടുക്കുക. അതായത് അവർക്ക് ഇന്ത്യ കൺട്രോൾ ചെയ്യണം. ഇതാണ് സംഭവം. കാരണം ഇന്ത്യയുടെ ആ പോക്ക് ശരിയല്ല എന്ന് കണ്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഗെയിം കളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കളിക്കാൻ ശ്രമിക്കണം. ഇനി അടുത്ത സംഭവം, അടുത്ത പോയിന്റ് എടുക്കുക. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബോർഡർ എത്ര കിലോമീറ്ററാണ്? 4000 കിലോമീറ്റർ. നിങ്ങൾക്കറിയാം ബംഗാളുമായിട്ടുള്ള ബോർഡർ ഇങ്ങനെ, ആസാമുമായിട്ടും ബംഗാളുമായിട്ടുള്ള ബോർഡർ നിങ്ങൾ അതിൻ്റെ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനകത്ത് 2000 കിലോമീറ്റർ മാത്രമേ ഫെൻസ് ചെയ്തിട്ടുള്ളൂ. ഈ ഫെൻസ് ചെയ്തേക്കുന്ന അവർ അറ്റാക്ക് പ്രതീക്ഷിച്ചല്ല. ഫെൻസിങ്ങിൻ്റെ ഉദ്ദേശം ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്ത്യയിൽ നിന്ന് കന്നുകാലികളെ, അതായത് കാളയും പശുവിനെയും പോത്തിനെയൊക്കെ ബംഗ്ലാദേശിലെ ആൾക്കാർ, കാരണം അവർ ബീഫ് കഴിക്കുന്നവർ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, അപ്പം അത് തടയാൻ വേണ്ടിയാണ് ഈ ഫെൻസ് ചെയ്തേക്കുന്നത്. ബാക്കി 2000 കിലോമീറ്റർ കാലിയായിട്ട് കിടക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, വെസ്റ്റ് ബംഗാളിൽ 33% മുകളിലാണ് ഈ പറയുന്ന മുസ്ലിം പോപ്പുലേഷൻ്റെ അകത്ത് 18% ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിംസാണ്. അവിടുത്തെ സിറ്റിസൺ ഇവിടെ വന്നിട്ട് ഇവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരുണ്ട് 18%. പിന്നീട് നേരത്തെ അവർക്ക് സിറ്റിസൺഷിപ്പും അതും ഇതും ഇല്ലീഗലായിട്ടൊക്കെ കൊടുത്തേക്കുകയാണ്. ഇനി മറ്റൊരു വലിയ സംഭവം, അറിഞ്ഞിരിക്കേണ്ട സംഭവം, ഇന്ത്യയിൽ ഏകദേശം 60 മുതൽ 70 ലക്ഷം ഇല്ലീഗലായിട്ട് ബംഗ്ലാദേശികൾ ഇവിടെ ജോലി ചെയ്ത് താമസിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതിൻ്റെ ആ പൊട്ടൻഷ്യൽ സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അത് കേരളം ഉൾപ്പെടെ. ഇപ്പം നിങ്ങളിവിടെ ഈ ബംഗാളിൽ നിന്ന് വന്ന ഒരു ലേബറിനോട് സംസാരിക്കുക, അവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അവർ വെസ്റ്റ് ബംഗാളിൽ മുഷീറാബാദ് എന്ന സ്ഥലത്തിൻ്റെ പേരാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം മുഷീറാബാദും ബംഗ്ലാദേശുമായിട്ട് അത് ബോർഡർ സിറ്റിയാണ് ഈ സംഭവം. കാരണം മുഷീറാബാദ് എന്ന് പറയുന്നത് മുഴുവനും ബംഗ്ലാദേശികളാണ്. എനിക്ക് ബംഗാൾ ഒരുവിധം നല്ലപോലെ അറിയാം, അതുകൊണ്ടാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, CAA സിറ്റിസൺ അമെൻമെന്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും അക്രമ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്ന വെസ്റ്റ് ബംഗാളിലാണ്. നിങ്ങൾ കണ്ടു കാണും ചില വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ പാലങ്ങൾ ഉൾപ്പെടെ, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ തല്ലി തകർക്കുകയാണ്. ആരാ ചെയ്തത്? ഈ പറയുന്ന ബംഗ്ലാദേശികളാണ് ചെയ്തത്. ആ ഒരു സന്ദർഭത്തിലാണ് ഏകദേശം 60 മുതൽ 70 ലക്ഷം, കേരളം ഉൾപ്പെടെ ഇന്ത്യയുടെ എല്ലായിടത്തും ഇവരുണ്ട്. ബംഗാളിൻ്റെ കാര്യം ഒരു ഇഷ്യൂ, പൊട്ടൻഷ്യൽ ത്രെറ്റ് ബംഗാൾ ഉണ്ടാവുകയാണെങ്കിൽ ബംഗാളിൻ്റെ കാര്യം പറയണ്ട, ആസാമിൻ്റെ കാര്യവും. ഇത് പറയുമ്പോഴാണ് ഞാൻ യാഥാർത്ഥ്യം പറയുകയാണ് സംഭവം. എന്താണ് ഈ പൊട്ടൻഷ്യൽ ത്രെറ്റ് എന്നുള്ളത്? അതെ, നാളെ ബംഗ്ലാദേശ് ഇന്ത്യ അറ്റാക്ക് ചെയ്യുമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ ബംഗ്ലാദേശിൻ്റെ മിലിറ്ററി ശരിക്കും ഒരു രീതിയിൽ മിലിറ്ററി എക്യുപ്മെൻസും ആയുധങ്ങളും കൊടുത്ത് ശരി ഒരു പുറകിൽ നിൽക്കുന്ന ഗെയിം എന്തുവാ അമേരിക്കയാണ് ചെയ്യുന്നത്.
ഈ ഒറ്റ ഉക്രൈൻ റഷ്യയുമായിട്ടുള്ള പ്രശ്നത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളിതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള സംഭവമാണ്. ഇപ്പം എനിക്ക് വലിയ ഡിപ്ലോമസിയും ഡിപ്ലോമാറ്റിക് സംഭവങ്ങളൊക്കെ പറയാനും ഇതിനെപ്പറ്റിയുള്ള അറിവ് വളരെ കുറവാണ്. പക്ഷേ ഈ അമേരിക്ക എന്തൊക്കെയാണ് ലോകത്ത് കാട്ടിക്കൂട്ടുന്നത് അതിനെപ്പറ്റി ഞാൻ ശരിക്കും വായിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് അവർ തൊലയ്ക്കും. അതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, അവരുടെ കൂടെ നിന്നാൽ നക്കിക്കൊല്ലും, അവരുടെ കൂടെ നിന്നാൽ ഞെക്കിക്കൊല്ലും. ഇപ്പം ഞെക്കിക്കൊല്ലുന്ന രീതിയിലോട്ട് കൊണ്ടുവരികയാണ്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ പൊട്ടൻഷ്യൽ ത്രെട്ട്, ഇപ്പുറത്ത് ബംഗ്ലാദേശ് അതേപോലെ ത്രെട്ട് ഉണ്ടാകാൻ പോകുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വളരെ നാൾ ബാൻ ചെയ്തിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബാൻ എടുത്ത് മാറ്റി. ഉറപ്പായിട്ട് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷനെ, ബംഗ്ലാദേശ് അഡ്മിനിസ്ട്രേഷനെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ബാൻ എടുത്ത് മാറ്റി. അതായത് പൊട്ടൻഷ്യലി ഒരു ത്രെട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗെയിമിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ അജണ്ട അല്ല ഇതൊന്നും. എനിക്ക് അമേരിക്കൻ പ്രേമോ അമേരിക്കൻ സ്നേഹമൊന്നും അല്ല. പക്ഷെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്. കാരണം അമേരിക്ക ഇത് ലോകത്തെല്ലായിടത്തും ക്രിയേറ്റ് ചെയ്യുന്ന, പല രാജ്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന. ഇപ്പം നോക്കുക, ഇന്ത്യയുടെ ശത്രുക്കൾ ആരൊക്കെയാണ്? ഒരു ഭാഗത്ത് പാകിസ്ഥാൻ, മറ്റൊരു ഭാഗത്ത് ചൈന, ഇപ്പുറത്ത് ബംഗ്ലാദേശ്, കടലിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മോൾഡീവ്സ്. വളരെ സൂൺ, വെരി സൂൺ ശ്രീലങ്കയും ഇന്ത്യയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവർ. അതാണ് അവരുടെ പരിപാടി. കാരണം പ്രഷറൈസ് ചെയ്യുക. നേപ്പാളുമായിട്ട് പ്രശ്നമാണ് ഇന്ത്യക്ക് ഇപ്പോഴും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഗൂർഖ റെജിമെന്റിനകത്ത് 65,000 70,000 പേരാണ് ടോട്ടൽ ഈ ഗൂർഖകളായിട്ട് റെജിമെന്റുകൾ ആകെ ഉള്ളത്. അത്രയും പേരാണ് എടുക്കുക. അതിൻ്റെ അകത്ത് ഏകദേശം 40% നേപ്പാളിലുള്ള ഗൂർഖകളാണ്. അവരെ മറ്റേ അഗ്നിവീർ ഇഷ്യൂവായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റുമായിട്ട് ഇഷ്യൂ അടക്കമാണ്, ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടായിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ വളരെ മെച്ചുവേർഡായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഇതിൽ ആർക്കാണ് നേട്ടം ഉണ്ടാകുന്നത്? ഉറപ്പായിട്ടും ഇന്ത്യക്ക് ഇതിൻ്റെ അകത്ത് ഒരു ശതമാനം പോലും നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. പല രീതിയിൽ നമ്മുടെ ശത്രുക്കളെ ഉണ്ടായിരിക്കുകയാണ് ഓരോന്നായിട്ട്. അത് പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് വരികയാണ്. ഈ ഒരു സന്ദർഭമാണ് ഞാൻ മുൻകൂട്ടി പല വീഡിയോയിലും പറഞ്ഞത്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയതിൽ ജയശങ്കറിൻ്റെ ഇൻവോൾവ്മെന്റ് തന്നെയാണ്. അദ്ദേഹം നല്ലൊരു ഡിപ്ലോമാറ്റാണ്, കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ അറിയാം. പക്ഷെ ഈ പറയുന്ന റഷ്യയുമായിട്ട് ആ ഒരു സന്ദർഭത്തിൽ ഈ ക്രൂഡിൻ്റെ കരാറുണ്ടാക്കി പോകേണ്ടത് ആവശ്യമായിരുന്നോ? ഇതിലാർക്കാണ് ലാഭം കിട്ടിയത്? അവസാനം സെറ്റ് ബാക്ക് എന്ന് പറയുന്ന ബാക്ക്ഫയർ എന്ന് പറയുന്ന ഇന്ത്യക്ക് ഉണ്ടാവുകയാണ്. അതായത് ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങൾ, എത്ര സ്റ്റേറ്റുകൾ അത് ആലോചിച്ചു. ഇനി ബംഗാളി പ്രശ്നം ഉണ്ടാകും, അതേപോലെ ആസാമി പ്രശ്നമുണ്ടാകും, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പ്രശ്നമുണ്ടാകും, ഓരോന്നായിട്ട്. ആലോചിക്കുക, ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ്. അതിനെ ചിഹ്ന ഭിന്നമാക്കി അത് സ്റ്റെബിലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പം നമ്മൾ പുരോഗതിയിലോട്ടും മുന്നോട്ട് പോകേണ്ട സമയത്താണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വന്ന് ചാടുന്നത്. നമ്മളെവിടെ പോയി നിൽക്കും? ഇതിനെ മുൻകൂട്ടി കണ്ടാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ മുമ്പിലാണ് കാണുന്നത് ബംഗ്ലാദേശ് ആയുധം വാങ്ങുന്നത്, ഹ്യൂജ് ക്വാണ്ടിറ്റി. എന്തിനു വേണ്ടി ഇത്രയും വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി ആയുധം ബംഗ്ലാദേശ് വാങ്ങുന്നത്? ഉറപ്പായിട്ടും ഇന്ത്യക്ക് ഇൻറ്റിമിഡേഷൻ, ഒരു താക്കീത് തന്നെയാണ് അമേരിക്ക കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുവാൻ സാധിക്കുന്നത്.